നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏകീകൃത സിവിൽ കോഡ് എന്ന് കേട്ടാൽ ഹാലിളകുന്നവർ ആരാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. BJP അധികാരത്തിൽ വന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അവരുടെ അജണ്ടകൾ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതായിരുന്നു അവരുടെ പ്രഖ്യാപിതമായ നിലപാട് തന്നെ. സംഘടിത ശക്തി കാട്ടി മോദിയെ വിരട്ടി നിർത്താനാണ് ആദ്യഘട്ടത്തിൽ ഇക്കൂട്ടർ ശ്രമിച്ചത്. എന്നാൽ മുത്തലാഖ് നിരോധനവും പൗരത്വ നിയമ ഭേദഗതിയും പുഷ്പം പോലെ നടപ്പിലാക്കിയ മോദിയെ വിരട്ടുക അത്ര എളുപ്പമല്ല എന്നവർ പിന്നീട് മനസ്സിലാക്കി. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370 വകുപ്പ് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് മോദി സർക്കാർ എടുത്തു കളഞ്ഞത് എന്ന് നമ്മൾ കണ്ടു. കശ്മീർ ഇപ്പോൾ ക്ലീനാണ്. അയോധ്യയിൽ രാമക്ഷേത്രവും ഭക്തർക്കായി തുറന്നുകൊടുത്തു. ഇനി അടുത്തത് ഏകീകൃത സിവിൽ കോഡാണ്. അത് സംസ്ഥാന സർക്കാരുകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിന് തുടക്കം കുറിച്ചതാകട്ടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ആ സംസ്ഥാനം. തെരഞ്ഞെടുപ്പ് വേളയിൽ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം നൽകിയ വാഗ്ദാനം അത് നമുക്ക് ഓർമ്മയുണ്ട്. ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് അധികാരത്തിൽ തിരികെ എത്തി ആദ്യം ഒപ്പുവെച്ചത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ഒരു പഠനം നടത്താനുള്ള വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ്. സമിതി റിപ്പോർട്ട് സമർപ്പിച്ചും കഴിഞ്ഞു. ബിൽ ഉടൻ നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കും. ഉത്തരാഖണ്ഡ് നിയമം പാസ്സാക്കിയാൽ ഉടൻ തന്നെ അസം നിയമസഭയുടെ പരിഗണനയ്ക്ക് ഈ നിയമം വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഏകീകൃത സിവിൽ കോഡും BJP സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പൂർണ്ണ ബോധ്യമുള്ള വിമർശകർ ഇപ്പോൾ നിയമത്തെ എതിർക്കാനായി ഈ രാജ്യത്തെ ഗോത്രവർഗങ്ങളെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള അവരുടെ പരാമർശങ്ങളിലെല്ലാം ഗോത്രവർഗങ്ങൾ ഇപ്പോൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഗോത്രവർഗാചാരങ്ങൾ ഇല്ലാതാകുമെന്നാണ് ഇപ്പോഴത്തെ മുതലക്കണ്ണീർ. അവിടെയാണ് അസം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യം. സങ്കീർണമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള നിരവധി ഗോത്രവർഗങ്ങൾ അസമിലുണ്ട്. അസമിലെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഗോത്രവർഗ സംഘടനയും രംഗത്ത് വന്നിട്ടില്ല ഇതുവരെ എന്നോർക്കണം. അസം ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുകയാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡിന് ഇന്ത്യയിലെ ഗോത്രവർഗങ്ങൾ എതിരാണെന്ന വിമർശകരുടെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും അവകാശവാദം പൊളിയും. രാജ്യം മുഴുവൻ ഏകീകൃത സിവിൽ കോഡിനായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡിലും ഗുജറാത്തിലും അസമിലുമെല്ലാം ഉടൻ ഏകീകൃത സിവിൽ കോഡ് വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അസാധ്യമായത് സാധ്യമാക്കുക എന്നതാണ് മോദിയുടെ മുഖമുദ്ര. എന്നാൽ പാർട്ടി നയങ്ങൾ ജനപിന്തുണയോടെ നടപ്പിലാക്കാൻ മോദി മാത്രമല്ല, ടീം BJPയിൽ ഇനിയും ആളുകളുണ്ട് എന്ന് കാണിക്കുകയാണിവിടെ. വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കാൻ മോദിക്കോ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗിക്കോ മാത്രമല്ല, താരതമ്യേന ചെറുകിട സംസ്ഥാനങ്ങളായിട്ടുള്ള ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയായ ധാമിക്കും അസം മുഖ്യമന്ത്രിയായ ഹിമന്തയ്ക്കും ഒക്കെ അത് കഴിയുമെന്ന പ്രഖ്യാപനമാണിത്. BJPയുടെ ശക്തി വെളിവാക്കുന്ന രാഷ്ട്രീയ നയം കൂടിയാണത്. ഗവർണറുടെ വാർത്തകൾ, കേരള ഗവർണറുടെ വാർത്തകൾ ഒഴിവാക്കി ഒരു ഓട്ടപ്രദക്ഷിണം ഈ ദിവസം സാധ്യമല്ലല്ലോ. നമ്മുടെ ഗവർണർ ഒരു ഹീറോ തന്നെയാണ്. വിയോജിക്കുന്നവരെ കായികമായി നേരിടുക എന്ന പിണറായി വിജയൻ്റെ മാടമ്പി ശൈലി തൻ്റെ അടുത്ത് വിലപ്പോകില്ലെന്ന് അദ്ദേഹം ഇന്നും തെളിയിച്ചു. SFI ഗുണ്ടകളെ വരച്ച വരയിൽ നിർത്തി. ഗവർണറെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് സൂചന നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടലും ഇന്നുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. രാജ്ഭവനും ഗവർണർക്കും ഇനി കേന്ദ്രസേനയുടെ സുരക്ഷ. സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും പോയി വേറെ പണി നോക്കട്ടെ. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ചോദ്യം പോലീസുകാരോടും മാധ്യമപ്രവർത്തകരോടുമൊക്കെയായി ചോദിച്ചിരുന്നു. അതായത്, ഇന്ന് കൊല്ലത്ത് തനിക്കെതിരെ പ്രതിഷേധം നടത്തിയവർ 22 പേരുണ്ടായിരുന്നു എന്നാണ് കേരള പോലീസിൻ്റെ FIRൽ തന്നെ പറയുന്നത്. നേരിട്ട് ആദ്യം 13 പേർ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് 17 പേരായി വർദ്ധിച്ചുവെന്നും അറിയാത്ത അല്ലെങ്കിൽ കണ്ടാലറിയാത്ത വിലാസമറിയാത്ത 5 പേർ കൂടി ഉണ്ട് എന്നും പോലീസ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 22 പേർ പ്രതിഷേധിക്കാനായി തൻ്റെ പാതയിൽ ഒത്തുകൂടിയിരിക്കുന്നു. അവർ തൻ്റെ കാറിന് നേരേക്ക് പാഞ്ഞടുത്തു വന്നു.
100-ലധികം പോലീസുകാർ അവിടെയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാണ് അതുവഴി പോകേണ്ടിയിരുന്നുവെങ്കിൽ ഈ 22 പേരെ അവിടെ കൂടാൻ പോലീസുകാർ അനുവദിക്കുമായിരുന്നോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. കേരള പോലീസിനെ കുറിച്ചുള്ള തൻ്റെ മതിപ്പ് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേനകളിൽ ഒന്ന് തന്നെയാണ് കേരള പോലീസ്. പക്ഷേ ആ സേനയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ആരാണ് പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതെന്നും അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. According to the FIR which police has lodged, earlier they said 12 persons, later they said 17 persons, which is written in the FIR. You can see the FIR. And 5 unknown persons. So together how many people? 17 and 5, 22 people. There were more than 100 policemen standing there. I ask you a question. If Chief Minister is passing by that road, will 22 people will be allowed to gather there with black flags in the presence of more than 100 policemen? Then who is I have very high opinion of the Kerala police. I have already said, I have been minister in charge of police division in the central government. And I consider Kerala police one of the finest police in the country. Who is stopping them from doing their duty? Who can stop them? It is only the political executive. Who is the head of the political executive? It is Chief Minister. So who else will be, whom else you will hold responsible for this? Tell me, you tell me. So is it because there is political interference that the police is not acting according to whatever? I am 100% convinced. I have already told you that Kerala police is one of the finest police in the country. They are not being allowed to work. And we all know, you know very well, kind of pressure which they had brought on me to reappoint the Kannur University Vice Chancellor. What I had written on the file, because they brought the opinion of the Advocate General, therefore I said I am agreeing to appoint, but I still hold it is illegal. And what I wrote on the file was upheld by the Honorable Supreme Court. So they are used to, I will tell you one more thing. Are you not aware of the instances where somebody left the party and that senior leader of Kannur was subjected to physical beating inside the assembly? They are used to violence, but they have made a wrong assessment about me that they can pressurize me. I am not one who can be bullied. I am not going to be bullied. I am ready, I have already said. Now I am more than 72 years old. I have already lived the national average. I am living now on borrowed times. Therefore, if when I was just 35 years old and attacks were being made on me, I was not scared. And I am repeating it again. My ideal is Swami Vivekananda. And Swami Vivekananda has said, face the brutes, face the terrible. If you are firm, then like monkeys, they will disappear. Did you lost trust in police now? That's why CRPF. I am not, there is no, I have not asked for anything. I have not asked for anything. I have not said, I am rather praising Kerala police. I have not said, no, this is for the central government to decide. I not asking. I never asked for security, for protection. Remember, do not forget that in 87, after VP Singh Ji's phenomena was started, our security was withdrawn, and that was the time when attacks were being made on me. Even then I was not unnerved. I never asked for additional security. It is central government's own decision. By Diganta Resort, Ahmedabad, Gujarat.